മലപ്പുറം തിരുനാവായ രാങ്ങാട്ടൂർ ജുമാ മസ്ജിദിൽ നിസ്കാരത്തിനിടെ യുവാവിന്റെ മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. മോഷണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. നിസ്കാരം നടക്കുന്ന സമയമാണ്. നിസ്കാരം നടക്കുന്ന സമയത്ത് ഇടയിലാണ്. അപ്പോൾ നമ്മൾ നിസ്കാരം നിൽക്കുമ്പോൾ അവിടെ ഈ ഫോണ് ഒക്കെ അവിടുത്തെ കസേരയിലൊക്കെ വെക്കും. അതിപ്പോൾ പള്ളി എന്ന് പറയുന്നത് സുരക്ഷിതമായ കേന്ദ്രമാണെന്നാണല്ലോ ധാരണ. അപ്പോൾ അവിടെ വെച്ച് ആരും എടുത്തുകൊണ്ട് പോയില്ല. അത് ദൈവത്തിൻ്റെ പടച്ചവൻ്റെ ഒരു കേന്ദ്രമാണ് എന്നൊക്കെയാണല്ലോ വിശ്വാസികളുടെ വിശ്വാസം. അപ്പോൾ അവിടെ വെച്ചാൽ ആരും എടുത്തുകൊണ്ട് പോയില്ല എന്നൊക്കെയാണ് ധാരണ. അവിടെ കസേരയിൽ ഫോൺ വെച്ചിട്ട് സമാധാനമായി നോമ്പുകാലമൊക്കെയാണ്. നോമ്പുകാല നിസ്കാരത്തിന് ഒരു അഡീഷണൽ പ്രത്യേകത വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ അങ്ങനെ സമാധാനം നിസ്കരിക്കുന്ന സമയത്താണ് ഒരു വിദ്വാൻ അങ്ങോട്ട് വന്ന് അവിടെ നിന്ന് ആ കസേരയിലിരിക്കുന്ന ഫോൺ എടുത്തുകൊണ്ട് നൈസായിട്ട് മുങ്ങുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എന്നാൽ അയാളുടെ മുഖമൊക്കെ വളരെ കൃത്യമാണ്. ആരാണ് എന്നൊക്കെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഗോകുൽ കെ വേണുഗോപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ വെച്ചിരുന്നത്. ഗോകുൽ, ഇയാളും നിസ്കരിക്കാവുന്ന വ്യാജന തൊപ്പിയൊക്കെ വെച്ച് അകത്ത് വന്നപ്പോൾ കണ്ടപ്പോൾ ഒരു ഫോൺ, എന്നാൽ പിന്നെ എടുത്തുകൊണ്ട് ഇറങ്ങിയേക്കാം എന്നതാണോ അതോ മോഷ്ടിക്കാൻ വേണ്ടി തന്നെ വന്നതാണോ? എന്താണ് പോലീസ് പറയുന്നത് ഗോകുൽ? രാങ്ങാട്ടൂർ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് റോഡ് അരികിലുള്ള ഒരു പള്ളിയാണ്. അവിടേക്ക് പല ആളുകളും യാത്രക്കാരായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി ഈ നോമ്പ് കാലത്ത് എത്താറുണ്ട്. അതിനാൽ തന്നെ പള്ളിയിലേക്ക് എത്തുന്ന ആളുകൾ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് ഭാരവാഹികൾക്ക് വലിയ ധാരണയൊന്നുമില്ല. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടിട്ടുള്ളതിനാൽ തന്നെ ആരാണ് എന്ന് ചോദിക്കുകയോ അവരെ വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഈ 3 CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. അതിലൊന്നിൽ 3:34 അദ്ദേഹം ഈ പള്ളിക്കകത്തേക്ക് കയറുന്നത് കാണാൻ സാധിക്കും. തിരിച്ച് 4:25 കൂടിയിട്ടാണ് മൊബൈൽ ഫോൺ എടുത്തതിന് ശേഷം ഇയാൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പ്രാഥമികമായി നടത്തിയ അന്വേഷണത്തിൽ തിരൂർ പോലീസാണ് അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണത്തിൽ ഇയാൾ പാലക്കാട് സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിയോട് കൂടിയിട്ട് ഈ ഫോൺ നഷ്ടപ്പെട്ട രാങ്ങാട്ടൂർ സ്വദേശിയായിട്ടുള്ള അബൂബക്കറിന്റെ ഫോണാണ് നഷ്ടപ്പെട്ടത്. ഒരു കൂലിപ്പണിക്കാരനാണ്. അദ്ദേഹത്തോട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇദ്ദേഹത്തെ ഈ മോഷണം നടത്തി കടന്നു കളഞ്ഞ ആളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ തിങ്കളാഴ്ച വൈകിട്ട് 4:25 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിൽ സംഭവം. എല്ലാ ആളുകളും നിസ്കരിക്കാൻ വേണ്ടി തിരിഞ്ഞു നിൽക്കുന്ന സമയത്താണ്. എല്ലാ ആളുകളും തിരിഞ്ഞു നിൽക്കുകയാണ്, നിസ്കാരത്തിനായി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് നമുക്കത് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഇയാൾ മെല്ലെ പോയി ഫോൺ എടുത്ത് മടങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ വളരെ വ്യക്തമായി തന്നെ ഇയാൾ ആ CCTVയിൽ കുടുങ്ങിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഇയാളെ പെട്ടെന്ന് തന്നെ പിടികൂടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ പോലീസുകാരും ഫോൺ നഷ്ടപ്പെട്ട അബൂബക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് തിരൂർ പോലീസ് സ്റ്റേഷനിൽ എത്താൻ വേണ്ടി അബൂബക്കറിനോട് പോലീസ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഹാഷ്മി.